ഞങ്ങളോടൊപ്പം ഒരു കസ്റ്റമർ കാശ്മീർ യാത്ര ചെയ്തു. അവിടെ സർവീസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ഡ്രൈവറുടെ ഭാഗത്തുനിന്നും മറ്റു പല പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് എല്ലാം കൊടുത്ത് ടൂർ കഴിയുന്നതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഓൾമോസ്റ്റ് ഓക്കെ ആക്കി. അപ്പോൾ ആ കസ്റ്റമർ ടീമിന്റെ എഫേർട്ട് മനസ്സിലാണെന്ന് അറിയില്ല. പിന്നീട് ഒരു എൻക്വയറി ആയിട്ട് വന്നു. എൻക്വയറി വരുന്ന സമയത്ത് ഞങ്ങൾ മീറ്റിംഗ് എടുത്തിട്ട് മാനേജേഴ്സ് കൺസൾട്ടന്റ് അടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ കസ്റ്റമർക്ക് ഇൻസിഡന്റ് ഉണ്ടായതാണ്. അപ്പോൾ ഇനി ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവരുത്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു. ഈ കസ്റ്റമർ യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഉണ്ടായി. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മാനേജ്മെന്റ് അടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് ആ യാത്ര അറേഞ്ച് ചെയ്ത് കൊടുത്ത കൺസൾട്ടന്റിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം തന്നെ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. ഒരു കസ്റ്റമറെ ഏറ്റവും ഹാപ്പി ആവുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു എനർജിയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ കൺസൾട്ടന്റിന് കിട്ടിയപ്പോൾ കൺസൾട്ടന്റ് അത്ര ഹാപ്പി ആയി. ഞങ്ങളുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട സർവീസ് ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഒരു ടീം UTCക്ക് ഉള്ളത് ആസ് എ ഫൗണ്ടർ എന്നുള്ളവർക്ക് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. ഓഫ് കോഴ്സ് സർവീസ് ബിസിനസ് ആണ്, പല ഇഷ്യൂസും വരാം, സ്വാഭാവികമാണ്. ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും ഞങ്ങൾ അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തി ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ സക്സസ്. പ്രോബ്ലംസ് ഉണ്ടായിട്ടും ചില കസ്റ്റമേഴ്സ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്.